ചുമ്മാ നിങ്ങൾക്ക് കുറച്ച് കൂടുണ്ട് കളിക്കരുത് കേട്ടോ. എനിക്ക് ഒരു ഭാഗം വേണ്ടി കൊടുത്താൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് കുടുംബത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നല്ലതിന് പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് കാര്യം പറയട്ടെ, മുടക്ക് 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 അവൻ എന്തോരം വിഷമം ഉണ്ടാവും. നല്ലൊരു കാര്യമില്ല ഇപ്പൊ ചെയ്യാൻ. ഞാൻ എന്തിനാണ് മുടക്കിയെന്നുള്ളതിനെ കുറിച്ച് നിനക്ക് വല്ല ബോധമുണ്ടോ? ഈ ഇരിക്കുന്ന പിഞ്ചിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചാടി നോക്ക്. അവക്ക് എന്ത് കുഴപ്പം? അവക്ക് എന്ത് കുഴപ്പം? അവളെ കുറിച്ച് ചിന്തിക്കേണ്ട അവനല്ല, നിങ്ങളാ. അതെ, ഞാൻ ഇപ്പോ അവനും അവളൊക്കെ ഉണ്ടല്ലോ, ഈ കൊച്ചിനെ എന്ത് സ്നേഹത്തോടെയാണ് നോക്കണമെന്ന് അറിയാമല്ലോ. കൊച്ചിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഇപ്പൊ നമുക്ക് പോകാൻ പറ്റില്ലേ, അവൻ പോകും സ്കൂളിൽ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ PTA മീറ്റിങ്ങിനോ. ഇനി അവർക്കൊരു കുട്ടി വന്ന് നോക്കട്ടെ, അവൻ ഇതിനെ തിരിഞ്ഞു നോക്കൂല. അപ്പൊ നമ്മൾ പകരത്തിന് പകരം അങ്ങ് ചെയ്യും. ഇത്ര നാൾ അവൻ ഇവളുടെ കാര്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ കൊച്ചിന്റെ കാര്യം നോക്കും. അപ്പൊ ഇതൊക്കെ പോട്ടടി, എവിടെ കിടക്കണ ഒരു കൊച്ച്, ആരതാണ്, എന്താണ്, എവിടെ നിന്ന് എടുത്തോണ്ട് പറഞ്ഞതാണ്, അതിന്റെ സംസ്കാരം എന്താണെന്നാണ്, അതിന്റെ പെരുമാറ്റമൊക്കെ വെറും കച്ചടമായിരിക്കും ഇങ്ങനെയുള്ളതൊക്കെ. അതിനെ കൊണ്ട് ഇവിടെ കൊണ്ട് ഇട്ടാ നമ്മളെ എല്ലാം പോകും, നമ്മളെ സംസ്കാരമായിട്ട് യോജിച്ച് പോകില്ല. ക്ലീറ്റോ വളർന്നിങ്ങനെ കൊന്നപ്പത്തര് പോലെ ആയല്ലോ. ഇത്ര നല്ലതായിട്ട് ക്ലീറ്റോ ഞങ്ങളുടെ കുടുംബത്തിന്റെ സംസ്കാരത്തിനനുസരിച്ചാ പെരുമാറുന്നത്. എന്നിട്ട് ഞങ്ങൾ സഹിച്ചില്ലേ? ഞാൻ മാങ്ങാന്ന് പറയുമ്പോ നീ തേങ്ങാന്ന് പറയരുത്. ഞാൻ പറയും ഇങ്ങനെയാണ്. എന്തെങ്കിലും ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ അത് നീ അതിന്റേതായ സെൻസിൽ എടുക്ക് തങ്കം. ഇപ്പൊ എന്താ പ്രശ്നം എന്താന്ന് ഞാൻ ഈ ചോദിക്കണേ. അകത്ത് ഇരിക്കൊന്നും വേണ്ട പറഞ്ഞു. അതെ, ഞാൻ പറയണ കാര്യം സമാധാനമായിട്ട് കേൾക്കണം. ഇപ്പൊ അവനൊരു കുട്ടിയെ വേണം, പക്ഷേ ദൈവം അവനായിട്ടൊരു കുട്ടിയെ കൊടുത്തിട്ടില്ല. അവർക്ക് കുട്ടികളുണ്ടാവൂല എന്ന് വെച്ചിട്ട് നമുക്ക് കുട്ടികളുണ്ടാവുമല്ലോ ഇല്ലേ? നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുട്ടിയെ ജന്മം നൽകി അവനങ്ങ് കൊടുക്കാം. അവനതിനെ വളർത്തുകയോ അതിനെ സ്കൂളിൽ പഠിപ്പിക്കുകയോ വലുതാക്കുകയോ കെട്ടിക്കുകയോ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കുക, എന്ത് വേണമെന്ന് ചെയ്യട്ടെ. ഞാൻ ഒന്നിനും ഇടപെടാൻ പോകില്ല. അപ്പം പ്രശ്നം തീരുമല്ലോ. അതാകുമ്പോൾ എന്താണ്, നമ്മുടെ സംസ്കാരത്തിനൊത്തതും കുടുംബത്തിൽ നിന്നും നമ്മുടെ രക്തത്തിൽ നിന്നുള്ള കുട്ടിയല്ലേ കിട്ടുന്നത്. അവന് വിഷമതായിരുന്നല്ലോ, ആരിപ്പോൾ അവൻ അറിയാനുള്ള ആരെങ്കിലും കുട്ടിയെ കൊടുക്കുന്നു. ഞാൻ കൊടുക്കൂടി എൻ്റെ അളിയന് വേണ്ടിയിട്ട്, എനിക്കൊരു കുഴപ്പമില്ല, അതിനെ വളർത്തിക്കോട്ട്. അതാണ് നമ്മുടെ സംസ്കാരമായിട്ട് ഒത്തുചേരും. എന്താണ് നിൻ്റെ അഭിപ്രായം, പറ. ഇതിന് മറുപടി പറയാനേ എൻ്റെ സംസ്കാരം അനുവദിക്കില്ല. വലിയ സംസ്കാരമുള്ള കുടുംബക്കാർ. ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യാന്ന് വെച്ചാൽ ആർക്കും വേണ്ട, വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ എനിക്കെന്താ എന്ന് വെച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുന്നതോട് ആരും വിചാരിക്കാൻ വേണ്ട, ഞാനിത് പൊളിക്കും. അല്ല, അവിടെ ഒരു കൊച്ചു വരുന്ന നിനക്കെന്താ ഇത്ര വലിയ പ്രശ്നം? എനിക്ക് കുഴപ്പമുണ്ടടാ. എന്ത് പ്രശ്നം? അതെ, ഇത് എൻ്റെ തക്കിളിമോൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട സ്വത്താ. അത് വേറൊരു കുട്ടിയും കൂടെ അനുഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിനക്കെപ്പോഴും ഈ സ്വത്തിന്റെ വിചാരമല്ലേ ഉള്ളൂ. അത് മാത്രമല്ല, പിന്നെ കൊണ്ടുവരുന്ന ഒരു ആൺചെറുക്കനാണെങ്കിലേ എൻ്റെ തക്കിളിമോളുടെ ഭാവി എന്താവും? എൻ്റെ അളിയ അതൊരു പൊടി കൊച്ചല്ലേ അളിയ, അതൊക്കെ വളർന്നു വരാൻ സമയം എടുക്കൂലേ? ഇപ്പോഴത്തെ പുതിയ തലമുറയൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, എല്ലാം കള്ളും കഞ്ചാവും ഒക്കെയാണ്. എടേ നീ വിഷമിക്കണ്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആപ്ലിക്കേഷൻ കൊടുത്തെന്ന് പറഞ്ഞ് ഉടനെ കിട്ടത്തൊന്നുമില്ല. എടാ നമ്മുടെ മറ്റേ വിനോദ് കൊടുത്തിട്ട് 5 വർഷമായി ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നാണ് ഇപ്പൊ കനക അങ്ങോട്ട് കൊണ്ട് കൊടുത്താൽ എടുത്ത് കൊടുക്കാതിരിക്കില്ലേ? ഇത് വിനോദ് കൊടുത്ത പോലെ അല്ല, ഇതിന്റെ പിന്നില് ആളുണ്ട്. ആര്? എന്റെ ശത്രു അമ്പിളിക്കുട്ടൻ. അവന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അവൻ അപേക്ഷ കൊടുത്തേക്കണേ. അമ്പിളിക്കുട്ടൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലും നമുക്ക് ഈ അപേക്ഷ ഓഫീസിൽ നിന്ന് പൊക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറയും. അല്ലെ അപേക്ഷ പൊക്കാൻ വഴിയുണ്ട്, നമുക്ക് ആളും ഉണ്ട്. പക്ഷെ ഇച്ചിരി ചിക്കിലി ഇറക്കണം. പൈസ ഇറക്കുവോ? പൈസ പ്രശ്നമല്ല. എങ്ങനെ അപേക്ഷ പൊക്കി തരുമെങ്കിൽ പൈസ ഞാൻ പ്രശ്നമാക്കണില്ല. എങ്ങനെ പൈസ മറിയാം? പൈസ പ്രശ്നമല്ലല്ലോ. ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ റെഡി ആയിക്കോട്ടെ. പൈസ റെഡി ആക്കി. ഓക്കെ, പൈസ ഞാൻ റെഡി ആയിക്കോ. എങ്കിൽ പിന്നെ ഒരു ജ്യൂസ് വാങ്ങിച്ചോ. ഒരു ജ്യൂസ് വാങ്ങിച്ചോടെ രാവിലെ വിളിച്ചു വരുത്തിട്ട്. ഇങ്ങനെ ചൂഷണം ചെയ്യല്ലേ കേട്ടോ, നീ രാഷ്ട്രീയക്കാരെ ചൂഷണം ചെയ്യ പോലെ ചെയ്യല്ലേ. ഇങ്ങനെയൊക്കെ ഉള്ള കോള് കിട്ടുമ്പോഴല്ലേ കിട്ടത്തോളൂ. വാ, ഉറപ്പെട്ടെന്ന് വിചാരിച്ച കാര്യം നടക്കൂല്ലേ? നടക്കൂലേ? നീ എന്തോന്ന് പറഞ്ഞു? അല്ല, ഈ പറഞ്ഞ ആള് സെറ്റപ്പൊക്കെയുള്ള ആള് പൈസയൊക്കെ വാങ്ങിക്കോ? എല്ലാം വാങ്ങിക്കുന്ന ആരാളിയാ പൈസ വാങ്ങിക്കുക? തളി ഇങ്ങോട്ട് വന്നേ. കുറുപ്പേട്ടോ, കുറുപ്പേട്ടോ, കുറുപ്പേട്ടോ. ഇതാര്? നമസ്കാരം. നമസ്കാരം അൻസാറേ, എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ്? നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇവിടെ ഇപ്പൊ ഒരു പൊതുപ്രവർത്തകനായിട്ട് കുറെ വർഷമായിട്ട് ഇപ്പൊ ഇവിടെയാണ് ഞാൻ. ഇവിടെ തന്നെ. അപ്പൊ അൻസാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതൊന്ന് ഒന്നും പേടിക്കണ്ട. ആ ഫയലിന് വെളിച്ചം കാണില്ല. ഞാൻ ഏറ്റത്
അത് മതി. സത്യം പറഞ്ഞ ഞങ്ങൾ അങ്ങനെ ആകെ ഒരു പ്രതിസന്ധിയിലായിരുന്നേ. അതെ, ഉൾപ്പെട്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ ജ്യോതിഷ വിധി പ്രകാരം ജ്യോതിഷം നോക്കിയിട്ട് പറഞ്ഞത് ഇപ്പൊ പെട്ടെന്നൊരു കുട്ടി നമ്മുടെ തറവാട്ടിലേക്ക് വരുന്നത് അത്ര നല്ല ലക്ഷണമല്ല, അത് ഒരുപാട് കുഴപ്പങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന്. പക്ഷെ എന്റെ അളിയൻ പൊട്ടനെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അവൻ എത്രയും പെട്ടെന്ന് ഒരു കുട്ടിയെ ദത്തെടുക്കണമെന്ന്. അത് നമ്മൾ ഈ അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെ ചെയ്യും ചേട്ടാ? ഇതേ ജ്യോതിഷത്തിന്റെ കാര്യമാണ്. വളരെ ശ്രദ്ധയോടുകൂടി നിന്നില്ലെങ്കിൽ പണി എവിടെ എങ്ങനെയൊക്കെയാണ് വരണമെന്ന് പറയാൻ പറ്റത്തില്ല. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യണം കേട്ടാ. അത് പിന്നെ അൻസാറ് എന്നൊരു കാര്യം പറയുമ്പോഴേ നമുക്കത് വേണ്ടെന്ന് പറയും ഒന്ന് മാറ്റി വെക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ തമ്മിലൊരു ബന്ധം അങ്ങനെയുണ്ട്, പഴയ ഒരു ബന്ധം അങ്ങനെയുണ്ട്. ആ ഫയലിന്റെ കാര്യല്ലേ അതിനി നിങ്ങൾക്ക് ഒരു പേടിയും വേണ്ട, ഒരു വ്യാകുലതയും വേണ്ട കേട്ടാ. അപ്പൊ അങ്ങനെ തന്നെ പറഞ്ഞ പോലെ തന്നെ കേട്ടാ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട്. ആ പേരെന്താന്നാ പറഞ്ഞ? അതല്ല, അപേക്ഷ കൊടുത്ത ആളില്ലേ? കനകൻ. ഓക്കെ, ധൈര്യമായിട്ട് വെക്കും, ഒരു പ്രശ്നമില്ല. ആ പിന്നെ അൻസാറല്ലേ എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാനെല്ലാം ഭംഗിയാക്കിയേക്കാം. കാര്യം നടന്നിരിക്കും. കാണണം. ശരി ചേട്ടാ.